ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തും. സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരിക്കാനാണ് SIT എത്തുന്നത്. സ്വർണ്ണക്കൊള്ള കേസിലെ കുറ്റപത്രമടക്കം തയ്യാറാക്കുന്നതിൽ നിർണായകമാണ് ഈ പരിശോധന. നാളെയും മറ്റന്നാളുമാണ് പരിശോധന നടക്കുന്നത്. അതിനിടെ സ്വർണ്ണക്കൊള്ളയിൽ തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജുവിനും ജാമ്യം ലഭിച്ചു. കട്ടിളപ്പാളി കേസിലാണ് ജാമ്യം. ദ്വാരപാലക കേസിൽ റിമാൻഡിൽ കഴിയുന്നതിനാൽ ബൈജുവിന് പുറത്തിറങ്ങാനാകില്ല. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അതേസമയം ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. ശശിനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശശിനാരായണൻ, അന്വേഷണ സംഘം വീണ്ടും സന്നിധാനത്തേക്ക് എത്തുകയാണ്. നേരത്തെ തന്നെ ഈ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നും കവർ ചെയ്ത സ്വർണത്തിന്റെ അളവിൽ വലിയ രീതിയിലുള്ള, അതായത് നിലവിലെ കണ്ടെത്തലല്ല, അതിനപ്പുറം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇനി കുറ്റപത്രം സമർപ്പിക്കണം. അതിനു മുൻപുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണോ SIT സന്നിധാനത്തെത്തുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം SIT സംഘം സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. അത് 11:30 കൂടിയാണ് സംഘം പമ്പയിലെത്തിയത്. അവിടുന്ന് പിന്നീട് ഇപ്പോൾ സന്നിധാനത്ത് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. ഏതായാലും പ്രധാനമായും ഈ സ്വർണത്തിന്റെ സാമ്പിൾ ശേഖരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. അത് ഇന്നും നാളെയും മറ്റന്നാളും 3 ദിവസം സന്നിധാനത്ത് താമസിച്ച് ഈ സാമ്പിളുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഉദ്ദേശം. നേരത്തെ 2 തവണ സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. അതായത് കട്ടളപ്പാളിയിലെയും അതുപോലെ തന്നെ ദ്വാരപാല ശില്പങ്ങളുടെ അടക്കമുള്ള സ്വർണത്തിന്റെ, ശബരിമലയിലെ മറ്റ് ഭാഗങ്ങളിലുള്ള സ്വർണത്തിന്റെ കൂടെ അളവ് ശേഖരിക്കുക എന്നുള്ള, സാമ്പിൾ ശേഖരിക്കുക എന്നുള്ളതാണ്. അത് ശേഖരിച്ചതിന് ശേഷം മുംബൈയിലോ ഒരുപക്ഷെ ഹൈദരാബാദിലോ ആണ് ഇതിന്റെ പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് നമുക്ക് അറിയാൻ ലഭിക്കുന്നത്. നിലവിലത്തെ വേറൊരു കാര്യം എടുത്തു പറയേണ്ട കാര്യം, ഈ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെ പ്രതികൾ പലർക്കും ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അതുപോലെ തന്നെ കുറ്റപത്രം ഉടനെ സമർപ്പിക്കേണ്ടതായി വരുന്നു. അതുകൊണ്ട് സ്വർണത്തിലുള്ള കുറവ്, അത്രയും കാര്യങ്ങൾ നിലവിൽ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത രീതിയിലുള്ള പലതരത്തിലുള്ള സ്വർണത്തിന്റെ കുറവ്, പൊരുത്തക്കേടുകൾ, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ കൃത്യമായി ഈ സ്വർണത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കുന്നത്. രാസപരിശോധന അടക്കം നടത്താനുള്ള നീക്കത്തിലാണ്. വിദഗ്ധരായ സംഘം ആളുകളും ഇതിനോടൊപ്പം ഉണ്ട്. അതായത് ഈ ലീഗൽ മെട്രോളജി വകുപ്പിലെ വിദഗ്ധരായ ആളുകളുണ്ട്. അത് രാസപരിശോധന നടത്തുന്നതിനുള്ള അത്തരം സാങ്കേതിക വിദഗ്ധരായ ആളുകളുമുണ്ട്. അത്തരത്തിലാണ് സംഘം എത്തിയിട്ടുള്ളത്. ഇതിന്റെ കൃത്യമായി ഇന്നും നാളെയും മറ്റന്നാളും 3 ദിവസമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നട തുറക്കുന്ന ദിവസമാണ്. ഒരുപക്ഷെ ഇന്ന് നടന്നില്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് നട അടച്ചതിന് ശേഷമായിരിക്കും ഈ സാമ്പിളുകൾ ശേഖരിക്കുക. 2 ദിവസം കൊണ്ട് തന്നെ ഇത് സാമ്പിളുകൾ സ്വീകരിച്ച് വിദഗ്ധ പരിശോധനയ്ക്ക് ലാബിലേക്ക് അയക്കാനുള്ള തീരുമാനമാണ് ഉള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ സ്വർണത്തിലുള്ള കുറവ്, അത് പ്രധാന വിഷയമാണ്. കുറവ് കണ്ടെത്തുക എന്നുള്ളതാണ്. തീർച്ചയായും ശശിനാരായണൻ, ഇപ്പോഴും വലിയ ആക്ഷേപം SITക്കെതിരെ നിലനിൽക്കുന്നത് ഇതുവരെയും കുറ്റപത്രം എന്തുകൊണ്ട് സമർപ്പിച്ചില്ല എന്നതാണ്. പ്രതിപക്ഷമടക്കം ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോ പ്രതികൾക്കും ഇപ്പോൾ ജാമ്യം ലഭിക്കുന്നത്. പ്രധാനപ്പെട്ട പ്രതികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയ സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ SITയുടെ സന്നിധാനത്തെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കുമോ കുറ്റപത്രം നൽകുക? അങ്ങനെയെങ്കിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് കരുതാം, അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം, കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ നഷ്ടപ്പെട്ട സ്വർണം കൃത്യമായി ഹാജരാക്കേണ്ടതുണ്ട്. അത് എവിടെ പോയി എന്നുള്ള കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യം. 1999 വിജയമല്യ സ്വർണം പൂശിയതിനു ശേഷം 2019 പിന്നീട് ഇത് സ്വർണം കാണാതാവുകയും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഈ സ്വർണം പൂശിനു വേണ്ടിയൊക്കെ കൊണ്ടുപോകുന്നത്. എന്തായാലും അതിനിടയ്ക്കുള്ള നടന്നിട്ടുള്ള സംഭവങ്ങളെല്ലാം കൃത്യമായി പരിശോധിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അത് സ്വർണത്തിന്റെ കുറവ് വന്നിട്ടുണ്ട്, എങ്ങനെയാണ് ഈ നഷ്ടപ്പെട്ടുള്ളത്, എവിടെയാണ് ഈ സ്വർണം നഷ്ടപ്പെട്ടുള്ളത് എന്ന കാര്യങ്ങൾ പരിശോധിക്കുക. ഒപ്പം ഇതിന്റെ ഗുണമേന്മ പരിശോധിക്കുക. സ്വർണം ഇല്ലയോ അതോ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ കൃത്യമായി രേഖകൾ പരിശോധിക്കുക. ഇതെല്ലാമാണ് സന്നിധാനത്ത് നടക്കുക. എന്തായാലും ഇന്നും നാളെയും മറ്റന്നാളും, ഇന്ന് നട തുറക്കുന്ന ദിവസം വൈകിട്ട് നട തുറക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് നടക്കില്ല. നാളെ ഉച്ചയ്ക്ക് ശേഷം നട അടച്ചതിന് ശേഷമായിരിക്കും ഈ സ്വർണം, ഈ സാമ്പിളുകൾ ശേഖരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുക. സംഘം, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ സന്നിധാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പം വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SIT ഇന്ന് സന്നിധാനത്തെത്തും. സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരിക്കാനാണ് നീക്കങ്ങൾ. സ്വർണ്ണക്കൊള്ള കേസിലെ കുറ്റപത്രമടക്കം തയ്യാറാക്കുന്നതിൽ നിർണായകമാണ് ഈ പരിശോധന. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.